ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരു താമസം? വീണ്ടും വണ്ടിയിൽ ആരെങ്കിലും സ്വർണം കൊണ്ടുവച്ചോ? അമ്പിളിയെ വണ്ടിയിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു ചെയ്തു. ഞാൻ അവളെ തട്ടി ഉണർത്തായിരുന്നു. സാധാരണ യാത്രയിൽ ഉറങ്ങുന്ന ആളല്ലല്ലോ അമ്പിളി ചേച്ചി. ഇന്നെന്തു പറ്റി? ഇന്ന് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായി ചേരൂ. നീ അകത്തേക്ക് വാ, പറയാം. അല്ല, മക്കളെ കൊണ്ട് നീ കഷ്ടപ്പെട്ടു പോയി കാണുമല്ലേ? അല്ല, സരോജനേന്റി അപ്പൊ പോയി? അവര് കുറച്ചു നേരം ആയുള്ളൂ പോയിട്ട്. പിന്നെ മക്കൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങി. പിന്നെ നിങ്ങക്ക് വിശക്കുന്നുണ്ടാവില്ലേ? വല്ലതും കഴിച്ചിട്ടാണോ വന്ന്? ഏയ്, കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ വല്ലതും കാണുമോ? പിന്നെ രഘുട്ടനെ ചേച്ചിയും പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. എന്നാ നമുക്ക് വിശേഷങ്ങളൊക്കെ അപ്പൊ പറയാം. ഞാൻ പോയതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അങ്ങ് നടന്നു. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ഉപകാരം ഉണ്ടാവുന്നത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ? അല്ലെങ്കിൽ തന്നെ ധനേട്ടൻ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയിച്ചിട്ടേ തിരിച്ചു വരൂ. രഘുവേട്ടനൊരു പാവ, നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് ശബരിയേട്ടൻ ഇതിനൊന്നും ഇടനില നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാ അതൊക്കെ നമ്മുടെ തലയിലാവും. ഞാനതിന് ഇടനില നിൽക്കാനൊന്നും പോയില്ലല്ലോ. ധനേട്ടനല്ലേ കൂടെ പോയത്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവർക്കൊരു ആവശ്യം വന്നാ സഹായിക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ? അതെ, അതുകൊണ്ടാ ശബരിക്ക് വേണ്ടി ഞാൻ പോയത്. പക്ഷേ ഒരു കാര്യമുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ രഘു അമ്പിളി അത്ര പാവങ്ങളൊന്നുമല്ല. ശബരി കൂടെ ചെല്ലാത്തതിലേ അവർക്ക് നല്ല നീരസമുണ്ട്. എല്ലാത്തിനും കാരണം ദയാണെന്നുള്ള രീതിയിൽ അമ്പിളി സംസാരിച്ചത്. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാ ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. സത്യം പറയാലോ, ആ വണ്ടിയിലിരുന്നപ്പോ എനിക്കും അത് തോന്നി. അല്ല, എന്റെ മുന്നിൽ വെച്ച് സ്വന്തം അനിയത്തിയാണെന്ന് പോലും ഓർക്കാതെയാ അവരുടെ സംസാരം. അത് വലിയ മോശമായിപ്പോയി ശബരി. പാവം ദയ. എന്നെ കുറിച്ച് ആരെന്തു പറഞ്ഞാലേ എനിക്കൊരു പ്രശ്നവുമില്ല. ആരുടെ നല്ല പേര് കിട്ടാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നുമില്ല. ദേഷ്യം വിഷമവും വരുമ്പോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യം പോലുമില്ല. അതെ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെല്ലാവരും ഒരേ ചോരയാ. ആ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. ബന്ധങ്ങൾ നോക്കി പലരെയും സഹായിച്ചിട്ട് പലപ്പോഴും അത് ദോഷം ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അവരുടേതായ കുടുംബമുണ്ട്. ഇനിയുള്ള കാലം അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്നാ എന്റെ അഭിപ്രായം. ദയ പറയുന്നതിലും കാര്യമുണ്ട്. എന്തെങ്കിലും നല്ലത് വന്നാ അത് സ്വന്തം കഴിവും, ദോഷം വന്നാ പിന്നെ ഇടനിലക്കാരന്റെ കുറ്റമൊന്ന് പഴി പറയുന്ന ആൾക്കാരാ ചുറ്റും. അങ്ങനെ ചിന്തിച്ച് സ്വാർത്ഥരാകരുത്. കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കത്തില്ല. ആർക്ക് എപ്പോഴാ ആരുടെ സഹായം വേണ്ടി വരുന്നെന്ന് പറയാൻ പറ്റാത്ത കാല. അതെ, സത്യത്തില് ഞാൻ നേരിട്ട് ചെന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരുന്നു ശരി. അതിന്റെ സങ്കടമൊന്നും വേണ്ട. നീ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തല്ലോ. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്കാർക്കും ഇപ്പൊ മനസ്സിലാവില്ല. നാളെ ഒരു പ്രശ്നം വരുമ്പോ എന്റെ ചേച്ചിയെ സഹായിച്ചതിന്റെ പേരിലാണെന്ന് എന്നോട് ആരും പഴി പറയരുത്. എന്നാലും ഇവൾ എന്തൊരു കുശുംബിയാ.
സ്വന്തം കൂടെപ്പിറപ്പ് രക്ഷപ്പെടുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഈ ശബരി ഇത്ര പെൺകോന്തനായി പോയല്ലോ. അത് ശരിയാ. സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് പെരുമാറ്റമെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ എങ്ങനെയായിരിക്കും? ഒരു സഹായം ഉണ്ടാവത്തില്ല. ആ കാര്യത്തിലേ ആർക്കൊരു സംശയം വേണ്ടതാണ്. നിർത്ത്. ഇനി ഇതും പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിപ്പോ. ഞങ്ങള് പറഞ്ഞതിൽ എന്താ തെറ്റ്? അവള് പറഞ്ഞതല്ല അച്ഛനും കേട്ടതല്ലേ. ഈ വീടിന്റെ സമാധാനമായി എനിക്ക് വലുത്. അതുകൊണ്ട് ആരും ശരിയും തെറ്റും ചെയ്യാൻ നോക്കണ്ട. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാദനേട്ടാ, മോളെ അച്ഛന്റെ ഗുളിക എടുത്തോണ്ട് പോ. ശരി. മതി മോളെ, മതി. രഘുവേട്ട, ഇന്നലെ സ്വർണ്ണമാഫിയയ്ക്ക് സ്വർണം തിരിച്ചു കൊടുത്തിട്ടും രഘുവേട്ടൻ ഓട്ടം പോവാതെ അമ്പിളി ചേച്ചിയും കൊണ്ട് രാവിലെ തന്നെ ശബരിയെ കാണാൻ പോയത് എന്തിനായിരിക്കും ഞാൻ ആലോചിച്ചു. അമ്പിളി ചേച്ചിയും കൃത്യമായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. അത് പിന്നെ രാവിലെ പോകുന്ന കാര്യം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചത്. സത്യത്തിൽ രഘുവേട്ടന്റെ വണ്ടി വിറ്റ് തൽക്കാലം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് നടത്താൻ പറ്റുമോന്നറിയാനാ ഞങ്ങൾ പോയത്. ശബരിയുടെ ഗാർമെന്റ്സുമായിട്ട് ചേർന്ന് സബ്ബായി എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചാൽ നല്ലതല്ലേ? എനിക്ക് ടാക്സി ഓടിക്കണം ഒട്ടും താല്പര്യമില്ല ശീലു. രഘുവേട്ടൻ ടാക്സി ഓടിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ രഘുവേട്ടന്റെ ഈ വണ്ടി രഘുവേട്ടൻ ഉപേക്ഷിച്ചു കളയരുത്. അത് നല്ല ഐശ്വര്യവും ഭാഗ്യമുള്ള വണ്ടിയല്ലേ രഘുവേട്ട? അതിൽ നല്ല 1 കിലോ സ്വർണ്ണം അമ്പിളി ചേച്ചിക്കും രഘുവേട്ടനും കിട്ടിയത്. അല്ല, അത് നിങ്ങൾ തിരിച്ചു കൊടുത്തെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് തന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അത് ചീര് പറഞ്ഞത് ശരിയാ അല്ല രഘുവേട്ട? നമ്മള് ഇന്ന് തന്നെ ആ വണ്ടി പോയിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നില്ലേ? ശരിയാ. ശബരി പറഞ്ഞ പ്രകാരം മയൂരി ഗാർമെന്റ്സിൽ പോയതും അവിടെ നിന്ന് ദാസങ്ങളെ കാണാൻ പോയതൊക്കെ സ്വന്തമായൊരു വണ്ടി കയ്യിലുള്ളതുകൊണ്ടാ. അതെ, മയൂരി ഗാർമെന്റ്സ് വാങ്ങാൻ ദാസങ്ങളെ സഹായിക്കാന്ന് സമ്മതിച്ചതുകൊണ്ട് ഇനി ഞങ്ങൾ വണ്ടി വിൽക്കുന്നില്ല ചീരു. നീ പറഞ്ഞതുപോലെ ഐശ്വര്യമുള്ള ആ വണ്ടി തൽക്കാലം ഞങ്ങൾ വിൽക്കുന്നില്ല അല്ല രഘുവേട്ട? ബിസിനസ് തുടങ്ങുമ്പോ എന്തായാലും ഒരു വണ്ടി വേണമല്ലോ. ആ, ബിസിനസ് തുടങ്ങിയ രഘുവേട്ടന് ഇതിലും വലിയ വണ്ടിയൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോഴും ഭാഗ്യം കൊണ്ടുവന്ന് ഈ വണ്ടി മറക്കാതിരുന്നാ മതി.